പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കള്ളപ്പണക്കാരനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ക്രയവിക്രയങ്ങളാകെ കള്ളപ്പണത്തിന്റെ മേലാണ് എന്ന് പ്രചരിപ്പിക്കാൻ ഈ ഇലക്ഷന്റെ അവസാന സമയത്ത് CPM-ന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. അങ്ങനെ സാധിച്ചിട്ടുണ്ട് എങ്കിലല്ലേ വലിയ വില കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു സാധ്യതയെ പോലും ഇല്ല എന്നുള്ള തരത്തിൽ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യരൊക്കെ മനസ്സിലാക്കി തുടങ്ങിയെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ഇപ്പം ഇന്ന് LDF-ന്റെ പ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകളുടെ വാദങ്ങൾ കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. നമ്മൾ ദൃശ്യം എന്ന് പറയുന്ന സിനിമയിലെ ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു 4ാം ക്ലാസ്സുകാരനായ ഒരാളുടെ കഥ നമുക്കറിയാം. അദ്ദേഹം ഒരു ക്രൈം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സംഭവിച്ചിട്ടും അദ്ദേഹം വളരെ കൃത്യമായി ഇല്ലേ, ഒരേ നുണയാണ്. ഞങ്ങൾ പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയി എന്ന് പറയുന്ന ഒരേ നുണ ആവർത്തിച്ച് എല്ലാവരെയും പഠിപ്പിക്കുന്ന ഒരു ജോർജ് കുട്ടിയെ നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പാലക്കാട്ടാണ് എന്ന് പറയുന്നത് പാറേപ്പള്ളി പോയതും ഏതാണ്ട് ഒരേപോലെയാണ്. ഇവിടെ ജോർജ് കുട്ടി വളരെ കൃത്യമായ തെളിവുകളോട് കൂടിയാണ് നിങ്ങൾ അല്ലല്ല ആ കഥയൊക്കെ. അതുകൊണ്ട് ഗോവിന്ദമാഷ് ഒരു വടിയൊക്കെ എടുത്ത് ഈ പറയുന്ന ജില്ലാ സെക്രട്ടറിയും സ്ഥാനാർത്ഥിയെയും റിയാസുദ്ദീൻ ഉൾപ്പെടുന്ന ഞാൻ പറയട്ടെ റിയാസുദ്ദീൻ ഞാൻ പറയട്ടെ, എന്റെ സമയമാണല്ലോ, താങ്കൾക്ക് അതിനോട് മറുപടി പറയാം. എൻ്റെ സമയമാണല്ലോ, ഞാൻ പറയട്ടെ. അപ്പം അതുകൊണ്ട് ഗോവിന്ദമാഷ് നാളെ ഒരു വടിയെടുത്ത് ഇരുന്ന് ജില്ലാ സെക്രട്ടറിയെയും സ്ഥാനാർത്ഥിയെയും മുൻ MP-യെയും ഒക്കെ ഇരുത്തി ഈ പാറേപ്പള്ളിയുടെ കഥ പോലെ എന്തെങ്കിലും ഒരു വിശ്വാസയോഗ്യമായ ഒരു നുണ എല്ലാവരെയും പഠിപ്പിക്കണമാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. പിന്നെ നേരത്തെ റിയാസുദ്ദീൻ പറഞ്ഞൊരു കാര്യം, യഥാർത്ഥ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ വരട്ടെ, അതാണല്ലോ അദ്ദേഹം പറയുന്ന ഒരു കാര്യം. കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ മാധു ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്തിട്ടുള്ള കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? അത് കൊടകര കുഴൽപ്പണ കേസാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അപ്പൊ അത്തരം വിഷയങ്ങൾ എന്തുകൊണ്ട് മുങ്ങിപ്പോയി? കാരണം ട്രോളി വിവാദം വന്നതോടുകൂടെ കൊടകര കുഴൽപ്പണ കേസ് എവിടെയും കാണുന്നില്ല. ആരാണ് ഇത് യഥാർത്ഥത്തിൽ ഡീൽ ചെയ്തിട്ടുള്ള ആളുകൾ? ഒരു സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷവും വലിയ രീതിയിൽ ആഭ്യന്തര സംവിധാനമൊക്കെ വലിയ കെട്ടുറപ്പുള്ളതാണെന്ന് പറഞ്ഞു വെക്കുന്ന സമയത്ത് 40 കോടി 41 ലക്ഷം രൂപ ഈ സംസ്ഥാനത്ത് കൂടെ കൊടകരയിൽ നിന്ന് വടകരയിലേക്ക് പോയി എന്ന് അല്ല ആരോപിക്കുന്നതല്ലേ? ആരാ ഈ കേരളം ഭരിക്കുന്ന പോലീസുകാരുടെയാ? ഇനി കേന്ദ്രം ഭരിക്കുന്ന പോലീസുകാരുടെയാ? നിങ്ങൾ മണി ലോണ്ടറിംഗ് ആക്ട് എടുത്തോ, നിങ്ങൾ എന്ത് സംവിധാനം വേണമെങ്കിലും എടുത്തോ, നിങ്ങളുടെ പോലീസിനെ വെച്ച് അന്വേഷിച്ചോ, ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു ആശങ്കകളുമില്ല. ഡെഫമേഷൻ കൊടുക്കാനോ കഴിയുമല്ലോ, ഇതൊന്നും ചെയ്തിട്ടില്ല. അല്ല, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ DYFIയുടെ ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞു വെക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ തെളിയിക്കണം. അതിനാണല്ലോ ഇവിടെ പോലീസ്. സുരേന്ദ്രൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ച് ഇത് അന്വേഷിക്കേണ്ടത് പോലീസാണ്. നിങ്ങൾ അന്വേഷിക്കാം, നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഷാഫി പറമ്പിൽ നിഷേധിച്ചിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇവിടെ പോലീസ് സംവിധാനം, ഇന്റലിജൻസ് സംവിധാനം? എന്താണ് ഇതിനൊന്നും ഇവിടെ സംവിധാനങ്ങളില്ലേ? പറയാമല്ലോ, ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്ന് പറയാമല്ലോ. തെരഞ്ഞെടുപ്പല്ലേ, 40 വട്ടം മാധ്യമങ്ങളെ കാണുന്നില്ലേ? അല്ലെങ്കിൽ നമുക്ക് ലൈവ് ഇടാമല്ലോ. ആരോപണങ്ങൾക്ക് എന്തിനു മറുപടി പറയണം? കൊടകര കുഴൽപ്പണ കേസ് ആരാണ് ഡീൽ ചെയ്തത് വളരെ കൃത്യമായി അറിയാം. ഇപ്പൊ അല്ല, ഞാൻ മറുപടി പറയട്ടെ. റിയാസുദ്ദീൻ സംസാരിച്ചപ്പോ ഞാൻ സംസാരിച്ചിട്ടില്ല. അല്ല അസ്വസ്ഥനാവേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ കാര്യങ്ങൾ പറയട്ടെ. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല. താങ്കൾ പറയുന്ന അസത്യപരമായിട്ടുള്ള എല്ലാ വാദങ്ങളും കേട്ട് ഞാൻ സഹിഷ്ണുതയോടുകൂടി ഇരുന്നല്ലോ. അപ്പൊ ഞാൻ കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. ഇപ്പൊ ഈ കേസിലാണെങ്കിൽ പോലും വാഹനത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്നു. ഈ വാഹനത്തിൽ കൊണ്ടുപോയ പണം പിടിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അവിടെ ഉന്നയിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ അതായത് ഈ KPM ഹോട്ടലിൽ പോലീസ് റെയ്ഡിനെത്തി ഈ പണം അവിടെ നിന്ന് കള്ളപ്പണം പോയി എന്ന വിവരമുണ്ട് എങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ KPM-ൽ നിന്ന് രാത്രിക്ക് രാമാനം കോഴിക്കോട്ടേക്ക് പോയ ഒരാളെ വഴിയിൽ നിന്ന് എവിടെയെങ്കിലും തടഞ്ഞു നിർത്തി ഈ പരിശോധന നടത്താനുള്ള സംവിധാനം ഉണ്ടായില്ലേ കേരള പോലീസിന്? അതിനുള്ള ജാഗ്രത പോലും ഇല്ലാതായല്ലോ എന്നുള്ളതാണ് ചോദ്യം. അതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ പോലീസാണ്.